ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോട്ടയത്ത് നടന്ന നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട് റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അന്വേഷണ വിധേയമായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ AT, അസിസ്റ്റന്റ് വാർഡൻ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P. മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ ഇപ്പോൾ ചേരുകയാണ് കോട്ടയത്ത് നിന്നും. സനോജ്, വളരെയധികം പെട്ടെന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയം, ഈ ഇത്രയും ക്രൂരമായ ഒരു റാഗിംഗ് നടന്ന വിഷയം വാർത്ത വന്നപ്പോൾ മുതൽ നമ്മൾ എല്ലാവരും ഈ ഒരു വാർത്തയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, സർക്കാർ ഈ വിഷയത്തിൽ കുറ്റവാളികളായിട്ടുള്ള ആരെയും സംരക്ഷിക്കുന്നില്ല എന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വീഴ്ച വരുത്തിയതിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ള വ്യക്തമായ സന്ദേശം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഉൾപ്പെടെ നൽകിയിരുന്നു. അതിന്റെ ഒരു തുടർ നടപടി എന്ന നിലയിൽ തന്നെയാണ് ഈ നടപടിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം ഈ റാഗിംഗ് വിഷയം ഉണ്ടായ ഉടൻ തന്നെ പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി ശക്തമായ വകുപ്പുകൾ ചുമത്തി പ്രതികളെ 5 പേരെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഒപ്പം തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം സമാന്തരമായ രീതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ ഒരു സമാന്തരമായ അന്വേഷണം ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സമാന്തരമായ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ടവർ, അതായത് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പളും അസിസ്റ്റന്റ് പ്രൊഫസറും വാർഡനും ഉൾപ്പെടെയുള്ള ആളുകൾ, ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ AT, അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P. മാണി, ഒപ്പം തന്നെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റി എന്നിവരെയാണ് അടിയന്തരമായി നീക്കം ചെയ്യുവാനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുവാനും ഈ ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഉചിതമായ നടപടി എന്ന് വേണം പറയാൻ. കാരണം ഇത്തരത്തിൽ ഒരു ഗൗരവമായ പ്രശ്നം ആ കോളേജ് ക്യാമ്പസിനകത്തെ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടും ബന്ധപ്പെട്ടവർ അറിഞ്ഞില്ല എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കണ്ടെത്തൽ. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സിന്ധൂരി, സനോജ്, ഈ ഒരു സംഭവം, ഈ ഒരു റാഗിംഗ് നടക്കുന്നത് December 13-നാണ് അറിയുവാൻ സാധിക്കുന്നത്. അതിനുശേഷവും ഈ റാഗിംഗ് ഈ ഒരു കോളേജിന്റെ ഹോസ്റ്റലിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തുടർച്ചയായിട്ട് റാഗിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിദ്യാർത്ഥികൾ പുറത്തു പറഞ്ഞിട്ടും കൃത്യമായ രീതിയിൽ അതിനൊരു നടപടി എടുക്കുകയോ പോലീസിനെ അറിയിക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഇപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വീഴ്ച. അവർ ഇത്തരം കാര്യങ്ങൾ, ഹോസ്റ്റലിൽ എന്താണ് നടക്കുന്നത്, വിദ്യാർത്ഥികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ പോകുന്നു എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഇങ്ങനെ ശക്തമായ ഒരു നടപടിയിലേക്ക് അധികൃതർ പോയിട്ടുണ്ടാവുക. റാഗിംഗ് നടന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ആരും തന്നെ പരാതി നൽകാൻ മുന്നോട്ട് വന്നിരുന്നില്ല. ഈ മാസം 9-ാം തീയതി വീണ്ടും റാഗിംഗ് നടന്നപ്പോഴാണ് വിദ്യാർത്ഥികളിൽ ഒരാൾ അവരുടെ രക്ഷിതാവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ രക്ഷിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രിൻസിപ്പൽ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോലീസിന് പരാതി കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ December 13-ാം തീയതി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഉൾപ്പെടെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ചിത്രീകരിച്ച വീഡിയോ ഹോസ്റ്റലിനുള്ളിൽ നടന്ന അതിക്രൂരമായ പീഡനത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു. അത്തരത്തിൽ അതിക്രൂരമായ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ, ഒന്ന് ഉറക്കൽ കരഞ്ഞാൽ അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിച്ചാൽ തൊട്ടടുത്ത മുറിയിലുള്ള ആളുകൾക്ക് പോലും കേൾക്കാൻ കഴിയുന്ന തരത്തിലാണ് ഹോസ്റ്റലിന്റെ ക്രമീകരണം, ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇത്രയും ക്രൂരമായ പീഡനം നടന്നിട്ട് ബന്ധപ്പെട്ട ജീവനക്കാർ, അതായത് അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുള്ള കണ്ടെത്തലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശക്തമായ നടപടി, തുടർ നടപടി എന്ന നിലയിൽ വിദ്യാർത്ഥികളായിട്ടുള്ള 5 പേരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു അന്വേഷണ വിധേയമായി. ഒപ്പം തന്നെ ഉത്തരവാദിത്തം വഹിച്ചിരുന്ന പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സിന്ധൂരി, വ്യക്തമാണ് സനോജ്.